ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് വഴക്കുണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വഴക്കുണ്ടാക്കുന്നവരാണ്. ഏത് മാർഗത്തിൽ പോയാലും വഴക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷെ വഴക്ക് കഴിഞ്ഞാൽ ഉടനെ അത് നമുക്ക് വിടാൻ സാധിക്കുന്നുണ്ടോ? വഴക്കുണ്ടാക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാനുൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരുടെയും കാര്യം പറയുവാണ്. ഞാനൊരു വിദ്വാനായിട്ട് പറയുകയല്ല. നമ്മളെല്ലാവരും വഴക്കുണ്ടാക്കുന്നുണ്ട്. വഴക്കുണ്ടാക്കാതിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ വഴക്കിന് തൊട്ട് മുമ്പ് വഴക്കുണ്ടാക്കാൻ പോവുകയാണ്, വഴക്കുണ്ടാക്കണ്ട എന്നറിഞ്ഞാൽ അതും നല്ലത്. അല്ല, ആദ്യം പറഞ്ഞാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തേതും ഭേദമാണ്. 3, വഴക്കുണ്ടാക്കി പെട്ടെന്ന് നിർത്തുക, അതും നല്ലതാണ്. അല്ലെങ്കിൽ പൊരിഞ്ഞടി ഉണ്ടാക്കുക. പിന്നെ അതിൻ്റെ ഫലങ്ങളൊന്നും നമ്മളുടെ കയ്യിൽ നിൽക്കത്തില്ല. നമുക്കിതുണ്ടാക്കാനേ സാധിക്കത്തുള്ളൂ, ഫലങ്ങൾ നമ്മളുടെ കയ്യിലല്ല. അത് കഴിഞ്ഞിട്ട് അതോടുകൂടി അങ്ങ് അവസാനിച്ചാൽ പോലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് അതും സാധിക്കത്തില്ല. ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ആ വ്യക്തിയോടെ വൈരാഗ്യം, പ്രതികാരം വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. ആ ഒരു കഴിവ് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് വാസ്തവത്തിൽ. ഇതൊരു കഴിവാണ്. എല്ലാം മനസ്സിൻ്റെ കളികളാണ്. ഇത് അപാരമായൊരു കഴിവാണ്. ചിലരെ ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ, ഞാൻ സാധാരണ കാര്യങ്ങൾ പറയുകയാണ്, ആ വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്ത് കാണത്തില്ല. ആദ്യമായിട്ട് കാണുകയായിരിക്കും, ജീവിതത്തിൽ ഫസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും, ആദ്യ സമാഗമം എന്നൊക്കെ പറയില്ലേ. കാണുമ്പോൾ തന്നെ അയ്യേ ഇവനാൾ ശരിയല്ല എന്ന് തോന്നുക. അത് വേറൊരാളെ കാണുമ്പോൾ ഇതാൾ കൊള്ളാമല്ലോ, എനിക്ക് എവിടെയോ പരിചയമുള്ള പോലെ തോന്നുന്നു, ഇനി കഴിഞ്ഞ ജന്മത്തിലെയാണോ, അങ്ങനെ വല്ലാത്തൊരു സ്നേഹം, അനുരാഗമൊക്കെ വരിക. ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മനസ്സിൻ്റെ കളികളാണ്. ഇതെവിടെ അവസാനിക്കുമെന്നുള്ളതാണ്. അമ്മ പാടുന്നു, മന്ദസ്മിതം തൂകി ആ ദിവ്യ തേജസ് നിന്നിലേക്കാഴ്ന്നു ലയിച്ചു, അന്നു തൊട്ടന്യമായി കാണാൻ കഴിഞ്ഞില്ല, എല്ലാം എൻ്റെ ആത്മാവെന്നോർത്തു, എല്ലാം എൻ്റെ ആത്മാവെന്നോർത്തു. ആനന്ദവീഥിയിലൂടെ എൻ്റെ ആത്മാവ് ആടി രസിച്ചു നടന്നൊരു നാൾ. ആനന്ദത്തിൻ്റെ വീഥിയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ നിമിഷങ്ങളിൽ രാഗാദി വൈരികൾ ഓടി ഒളിച്ചേതോ ഗഹ്വരത്തിൽ നിന്നാണ്. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അനുഭൂതി തലം. ഇത് വാക്കുകൊണ്ട് പറയാം, ബുദ്ധി കൊണ്ട് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കടമെടുക്കുന്ന ആൾക്കാരാണ് എന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ. ഉപനിഷത്തുകൾ കോട്ട് ചെയ്യാം, വേദം കോട്ട് ചെയ്യാം, പണ്ഡിതനാണെന്ന് വിചാരിക്കരുത്. കാരണം പണ്ഡിതന് അനുഭൂതി ഉണ്ടാവണം, അനുഭവം ഉണ്ടാവണം. ഇപ്പോൾ ഒരു വീട്ടിൽ, ഒരു സാധാരണ പഴയ കൂട്ടുകുടുംബത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ അവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന അനുഭവസമ്പന്നനായ കാരണവർ തന്നെയായിരിക്കും. അതാണ് ചില വീടുകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്ന ഒരു പ്രതിഭാസം. അതായത് ആ കാരണവർ മരിച്ചു പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ശൂന്യത, ആ വീട്ടിലെ പ്രകാശം നിലച്ചതുപോലെ നമുക്ക് തോന്നും. വീണ്ടും ദീപം എന്ന വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ആ വീടിന് പ്രകാശമായിരുന്നു ആ കാരണവർ. ഈ പ്രകാശത്തിന് ഭാരതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രകാശത്തിൻ്റെ ഒരു ചെറിയ ദ്യോതനമാണ് സന്ധ്യാദീപം. ഇത് വാസ്തവത്തിൽ നമ്മളുടെ ഹിന്ദുക്കളുടെ, ഭാരതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുന്ന ഒരു ഭാഗമാണ്. സന്ധ്യയ്ക്ക് ദീപം വയ്ക്കുക, തുളസിത്തറയിൽ ദീപം വയ്ക്കുക, തുളസിക്ക് വലം വയ്ക്കുക, ആലിന് വലം വയ്ക്കുക. ഇത് അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇതിനകത്തെല്ലാം ശാസ്ത്രീയതയുണ്ടെന്ന് ഇപ്പോൾ ചില ആൾക്കാർ വന്ന് പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ശാസ്ത്രീയതയുണ്ടെന്ന്. അപ്പോഴും അവർ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ അനുഭവത്തിലൊന്നും വന്നിട്ടൊന്നുമില്ല. അതാണ് ഈ ഒരു മനസ്സിൻ്റെ അടിമത്തം നമുക്ക് വാസ്തവത്തിൽ എന്നും ഉണ്ട്. അത് ബാഹ്യമായാലും കൊള്ളാം, ആന്തരികമായാലും കൊള്ളാം. ബാഹ്യമായാലും ആന്തരികമായാലും ഈ അടിമത്തം നമുക്കുണ്ട്. ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഉള്ളത്. അതിനുവേണ്ടി വിധിക്കപ്പെട്ടതാണ് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം. അമ്പലത്തിൽ പോകുന്നു. സത്യത്തിൽ ശരീരം ശിവാലയം പ്രോക്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദേവാലയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശരീരമാണ്. ശരീരം എന്ന് പറയുമ്പോൾ ബാഹ്യമായ ശരീരം മാത്രമല്ല, ആന്തരികമായ ശരീരവും വരുന്നുണ്ട്. ആന്തരികമായ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ വൃത്തികൾ,
മനസ്സ്, വികാരങ്ങൾ, വിചാരങ്ങൾ, വാസനകൾ ഇതെല്ലാം ആന്തരിക ശരീരമാണ്. ഇവിടേക്കാണ് വാസ്തവത്തിൽ പോവേണ്ടത്. ഇവിടേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ പരിശോധിക്കണം എന്നർത്ഥം. പരിശോധിക്കാതെ അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാവില്ല. മനസ്സിലാക്കിയാൽ പിന്നെ സംശോധന നടത്തണം. പരിശോധന കഴിഞ്ഞ് സംശോധന. ഇതിനുള്ള പല പല വിധികളിലൊന്നാണ് വാസ്തവത്തിൽ സന്ധ്യയ്ക്ക് ദീപം വയ്ക്കുക എന്നുള്ളത്. ഈ ദീപം ഒരു കാരണവശാലും വാസ്തവത്തിൽ ബാഹ്യമായൊരു ദീപം മാത്രമല്ല, ബാഹ്യമായ ദീപത്തിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹം എത്ര മഹനീയമായാലും, അതേത് മഹാത്മാവ് പ്രതിഷ്ഠിച്ചതായാലും, എത്ര ക്ഷേത്രം വലുതാണെങ്കിലും ബിംബത്തിൻ്റെ മുമ്പിൽ, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വിളക്ക് വെച്ചില്ലെങ്കിൽ അവിടെ ചെന്ന് തൊഴാൻ തോന്നുമില്ല. എന്നാൽ വാസ്തവത്തിൽ ആ ബിംബത്തിലൂടെ, വിഗ്രഹത്തിലൂടെ നമ്മൾ കാണുന്ന ഈശ്വരൻ അവിടെ പോയിട്ട് എല്ലാവരും കൈ തൊഴുത് കണ്ണടയ്ക്കാണ് ചെയ്യുന്നത്. ആ ബിംബത്തിൽ നോക്കുകയല്ല ചെയ്യുന്നത്. അതിൽ കാണുന്ന ഈശ്വരന് വാസ്തവത്തിൽ ഈ വിളക്കുകളുടെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ആർക്കാണിതിൻ്റെ ആവശ്യം? നമുക്കാണിതിൻ്റെ ആവശ്യം. ഈശ്വരന് ആവശ്യമില്ല. ബിംബം ഒരു ശിലയാണ്, അതിനും ആവശ്യമില്ല. പക്ഷേ വിളക്ക് വെക്കുമ്പോൾ ആ ബിംബം പ്രകാശിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോഴാണ് ഭഗവാനെ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ അനിവാര്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ദീപം, സന്ധ്യാദീപം എന്ന ഒരൊറ്റ വാക്ക് വാസ്തവത്തിൽ പോയി കൾമിനേറ്റ് ചെയ്യുന്നത്, കലാശിക്കുന്നത് സ്വന്തം മനസ്സിലെ അല്ലെ സ്വന്തം ആത്മാവിലെ പ്രകാശത്തിലാണ്. തംഹദേവം ആത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ എന്നാണ്.